ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മീനുകൾ ചത്തുപോകുമ്പോൾ നമുക്ക് സങ്കടം വരും, അല്ലേ? മീനുകൾ ചത്തുപോകുവാൻ കാരണങ്ങൾ പലതാണ്. വാട്ടർ ക്വാളിറ്റി, ഇൻഫെക്ഷനുകൾ, വാട്ടർ ടെമ്പറേച്ചർ ഇതൊക്കെ പ്രധാനമായ ചില കാരണങ്ങളാണ്. മീനുകൾ ചിലപ്പോൾ ഒറ്റയായും കൂട്ടമായും ചത്തുപോകാറുണ്ട്. ഏത് ടാങ്കിലാണോ മീനുകൾ ചാകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് എങ്കിൽ കൂടുതൽ മീനുകൾ ചത്തുപോകാതെ ബാക്കിയുള്ളവയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും. വലിപ്പമുള്ള മീനുകൾ തമ്മിൽ കടിയുണ്ടാക്കി ശരീരത്തുണ്ടാകുന്ന മുറിവുകൾ ഇൻഫെക്ഷൻ ആകുവാൻ കാരണമാകും. ഇങ്ങനെയും മീനുകൾ ചത്തുപോയ അനുഭവം എനിക്കുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം ഞാൻ ഉപയോഗിച്ച ഒരു മെഡിസിൻ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തന്നു. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ടെട്രാസൈക്ലിൻ ക്യാപ്സൂൾ IP250 mg മെഡിസിനാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇതൊരു ഹ്യൂമൻ മെഡിസിനാണ്. പലതരം ബാക്ടീരിയ അണുബാധകൾക്കും ചികിത്സ നൽകുന്ന ഒരുതരം ആൻറ്റിബയോട്ടിക്കാണിത്. ഇത് ഉപയോഗിക്കുന്ന രീതി ഒന്ന് കാണാം. ഒരു ബൗളിൽ വാട്ടർ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ചെടുക്കുക. മീനുകളുടെ എണ്ണം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുത്തി എടുക്കാം. മഴ സമയങ്ങളിലാണെങ്കിൽ വെള്ളത്തിന് തണുപ്പ് കൂടുതലാകാനും ഇടയുണ്ട്. ഈ അവസരത്തിൽ വെള്ളം അല്പം ചൂടാക്കിയ ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹീറ്റർ ഉപയോഗിക്കാം. ടെട്രാസൈക്ലിൻ ക്യാപ്സൂൾ ഒരെണ്ണം എടുത്ത് അതിൻ്റെ ഷെൽ വലിച്ചൂരിയെടുത്ത് പൗഡർ വെള്ളത്തിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മീനുകളെ ഇതിലേക്ക് ഇറക്കി വിടാവുന്നതാണ്. ചില മീനുകൾക്ക് ബ്രീത്തിങ് എടുക്കുവാൻ പ്രശ്നമുണ്ടെങ്കിൽ എയർ പമ്പും ഇതിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ എല്ലാത്തരം മീനുകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സ്ട്രിപ്പ് ടെട്രാസൈക്ലിൻ ക്യാപ്സൂൾ വാങ്ങി വെച്ചിരുന്നാൽ നമ്മുടെ മീനുകൾ ചത്തുപോകുന്നത് ഒഴിവാക്കാം. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മീനുകളുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.